ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 13. പടിയിറങ്ങുന്നത് ജനാധിപത്യത്തെ കുപ്പത്തൊട്ടിയിലെറിഞ്ഞ ഭരണം. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനമാണ് ശനിയാഴ്ച ചേർന്നത്. രാജ്യം വീണ്ടും പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും അന്ത്യമാകുമോ എന്ന ആശങ്കയിലാണ് ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള തീവ്രശ്രമം ലോക്സഭയുടെ അവസാന നാളുകളിൽ മറനീക്കി പുറത്തുവന്നത് സമാധാനകാംക്ഷികളായ ജനങ്ങളെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അവസാന ദിവസത്തെ പാർലമെന്റ് സമ്മേളനം പോലും ഇന്ത്യയെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിജയത്തിന് ആശംസകൾ അർപ്പിക്കാനാണ് 9-ന് തീരേണ്ട സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടിയത്. എല്ലാ ആചാരങ്ങളും നിയമങ്ങളും ലംഘിച്ച് പണിതീരാത്ത ക്ഷേത്രത്തിൽ സംഘപരിവാർ നടത്തിയ പ്രതിഷ്ഠയ്ക്ക് നന്ദി പറയാൻ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസും വിപ്പ് നൽകി MP-മാരെ പങ്കെടുപ്പിച്ചുവെന്നത് ജനാധിപത്യ വിശ്വാസികളെ ഏറെ ഭയപ്പെടുത്തുന്നു. മൃദു ഹിന്ദുത്വം കൊണ്ട് കാര്യമില്ലെന്നും BJP-യെ പോലെ തീവ്ര ഹിന്ദുത്വത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നതാണ് അധികാരം തിരിച്ചുപിടിക്കാൻ എളുപ്പവഴിയെന്നും ചിന്തിക്കുന്ന വിഭാഗത്തിന് കോൺഗ്രസ് നേതൃത്വത്തിൽ മേൽക്കൈ കിട്ടിയതിന്റെ തെളിവാണ് അയോധ്യ ചർച്ചയിൽ അവർ പങ്കെടുത്തത്. രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കാനും രാമനെ രാഷ്ട്രീയ ആയുധമാക്കാനുമുള്ള RSSന്റെയും BJP-യുടെയും നീക്കത്തെ ശരിവെക്കുകയാണ് കോൺഗ്രസ്. ഇടതുപക്ഷത്തോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ DMK, AAP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും രാമക്ഷേത്ര നിർമ്മാണ വിജയ ചർച്ചയിൽ പങ്കെടുത്തില്ല. എന്നാൽ ഇടതുപക്ഷം മാത്രമാണ് പ്രമേയത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി സഭ ബഹിഷ്കരിച്ചത്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മോശം ലോക്സഭയുടെ കാലാവധിയാണ് തീരുന്നത്. 5 വർഷത്തിനിടയിൽ 272 ദിവസം മാത്രമാണ് സഭ ചേർന്നത്. 1952 മുതലുള്ള ലോക്സഭാ ചരിത്രത്തിൽ മറ്റൊരു സഭയും ഇത്രയും കുറഞ്ഞ ദിവസം ചേർന്നിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ അപൂർവ സന്ദർശകനായിരുന്നു. 5 വർഷത്തിനിടയിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാത്ത പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും മോദിക്ക് സ്വന്തമാണ്. ഭരണകക്ഷിക്ക് ചോദ്യങ്ങളെ ഭയമാണ്. വാർത്താ സമ്മേളനങ്ങൾ നടത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദി. ആരും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ മൻ കി ബാത്തിലൂടെയും എക്സിലൂടെയുമാണ് മോദിയുടെ സംസാരം. പാർലമെന്റിൽ മോദിക്കും BJP-ക്കുമെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും രേഖയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ലോക്സഭയെ നോക്കുകുത്തിയാക്കിയാണ് യൂണിയൻ സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളെല്ലാം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കിയതും പൗരത്വ ഭേദഗതി ബില്ലും കർഷക ബില്ലും ഇന്ത്യൻ പീനൽ കോഡ് മാറ്റിയതുമെല്ലാം പാർലമെന്റിൽ ചർച്ച നടത്താതെയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന മട്ടിലാണ് മോദിയുടെ പ്രചാരണം. മോദി ഗ്യാരണ്ടി പരസ്യങ്ങളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. കേന്ദ്ര പദ്ധതികളിലെല്ലാം മോദിയുടെ ഫോട്ടോ വയ്ക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ മോദിക്കൊപ്പമുള്ള സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുന്നു. എന്തിനേറെ പറയുന്നു, റേഷൻ കടയിലും മോദിയുടെ പടം വയ്ക്കണമെന്നാണ് ഒടുവിൽ വന്ന ഉത്തരവ്. പടം വെച്ചില്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ നൽകില്ലെന്ന തിണ്ണമിടുക്കും കാണിക്കുന്നു. കഴിഞ്ഞ രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ സെക്ഷൻ 267 പ്രകാരമുള്ള ഒരു നോട്ടീസ് പോലും അനുവദിച്ചില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ഭരണപക്ഷ MP-യുടെ പാസിൽ ലോക്സഭയിൽ കയറിയവർ പുകബോംബ് പൊട്ടിച്ചതും ഈ സുരക്ഷാ വീഴ്ചയെ ചോദ്യം ചെയ്ത 146 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്ത അപഖ്യാതിയും ഈ സഭയ്ക്കുണ്ട്. പാർലമെന്ററി നിയമങ്ങളും ജനാധിപത്യ മര്യാദകളും കുപ്പത്തൊട്ടിയിലെറിഞ്ഞ സർക്കാരിന്റെ കാലാവധിയാണ് തീരുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരുന്നത്. BJP-യുടെ എല്ലാ പിന്തിരിപ്പൻ നയങ്ങളെയും എതിർത്ത് ബദലുയർത്തുന്ന ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ പാർലമെന്റിൽ ഉണ്ടാകുക മാത്രമാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള മാർഗം.